വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാണ്. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗരാജ്യം അതിർത്തികളില്ലാത്ത ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകത്തിൽ ദൈവപുത്രൻ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചത്. അത് ഒരു സ്ഥലമായിട്ടോ അല്ലെങ്കിൽ ഒരു സംവിധാനമായിട്ടോ ഒക്കെ കാണുകയല്ല. സ്വർഗരാജ്യം സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, കരുണയുടെ, ഔദാര്യത്തിൻ്റെ ഒരു രാജ്യമാണ്. അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവം, ആരെയും അവഗണിക്കാതെ പരിഗണിക്കുന്ന ദൈവം, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ഹൃദയശുദ്ധിയുള്ളവർക്ക്, ദൈവസാന്നിധ്യമായി ജീവിക്കുന്നവർക്ക്, മറ്റുള്ളവരുടെ ദൈവസാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് നീതിയുടെയും സത്യത്തിൻ്റെയും സനാതന മൂല്യങ്ങളുടേതുമായ ഒരു രാജ്യമായി വെളിപ്പെടുത്തുകയാണ്. ആ ദൈവരാജ്യം നമ്മോടുകൂടെ യേശുക്രിസ്തുവിലൂടെ അത് നമുക്ക് അവിടുന്ന് കാണിച്ചു തന്നു. ആ യേശുക്രിസ്തു ഇന്ന് നമുക്ക് ഉപമകളിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ്. നിധിയുടെയും വിലയുയർന്ന രത്നത്തിൻ്റെയും വലയുടെയും ഉപമകളിലൂടെ എന്താണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന്, ഈ രാജ്യത്തിലെ അംഗങ്ങളാകുവാനുള്ള സ്ഥിതിവിശേഷം എന്താണെന്ന്, നഷ്ടപ്പെടുവാനുള്ള കാരണം എന്താണെന്നൊക്കെ വ്യക്തമാക്കി തരികയാണ്. അതും അവരുടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഉപമകളിലൂടെയൊക്കെ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ, നിധിയുടെ ഉപമ നാം നോക്കുമ്പോൾ ഭയത്തിൻ്റെ പശ്ചാത്തലത്തിലും സുരക്ഷിതമായി കാര്യങ്ങൾ കരുതി വയ്ക്കുവാനുള്ള ആഗ്രഹത്തിലും പഴയ നിയമകാലത്ത് തങ്ങളുടെ നിധികളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഭൂമിക്കടിയിലാണ്. യുദ്ധവും കലാപവും ഒക്കെ സംഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ
തങ്ങൾ ആ സ്വത്തുക്കളുമായി മുമ്പോട്ട് പോയാൽ കൊള്ളയടിക്കപ്പെടും, അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തങ്ങളുടെ നിലത്തിൽ ഭൂമിക്കടിയിൽ ആ നിക്ഷേപമൊക്കെ കുഴിച്ചിട്ടിട്ട് ആളുകൾ ഓടിപ്പോകുന്നു, തിരികെ വന്നെടുക്കാം എന്നുള്ള ആഗ്രഹത്തിൽ. എന്നാൽ പോയ പലരും തിരികെ വരാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ വധിക്കപ്പെട്ടു, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ കാണുമ്പോൾ ഈ നിലത്തിലെ നിധി പിന്നീട് കണ്ടെത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിധിയുടെ വിലയെന്താണ് എന്ന് മനസ്സിലാക്കി ആ നിധിയിരിക്കുന്ന നിലം വാങ്ങുവാൻ തനിക്കുള്ളതെല്ലാം വിറ്റ് പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ നമുക്ക് നൽകിയത്. വയലിൽ അമൂല്യ നിധി കണ്ടെത്തിയപ്പോൾ ആ വയൽ സ്വന്തമാക്കുവാനായി എല്ലാം വിൽക്കുന്ന മനുഷ്യൻ. അത് അവൻ്റെ വിജ്ഞാനമാണ്, അവൻ്റെ വിവേകമാണ് അവിടെ കാണുന്നത്. ഉപമയുടെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ ദൈവരാജ്യം കണ്ടെത്തിയവൻ അത് എന്ത് വില കൊടുത്തും സ്വന്തമാക്കുവാൻ ശ്രമിക്കും എന്നതാണ്. ഇത് ശ്രമകരമായ ഒരു കാര്യമാണ്. ധനികനായ ഒരു യുവാവ് യേശുവിനെ സമീപിച്ചുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കൽപ്പനകൾ പാലിക്കുക എന്ന് മറുപടി പറഞ്ഞു യേശു. ഞാനതെല്ലാം ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്. എന്നാൽ നിനക്ക് പരിപൂർണനാകുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. 19-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ നാം കാണുകയാണ്. ആ നിധി കണ്ടെത്തുവാൻ കഴിയാതെ ധനികനായ ആ യുവാവ് തൻ്റെ സമ്പത്തിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്യുവാൻ അവന് കഴിയുന്നില്ല. ഇനിയും രണ്ടാമത്തെ ഉപമയിൽ നാം കാണുന്നത് വില ഉയർന്ന രത്നം വ്യാപാരം ചെയ്യുന്ന വ്യാപാരി നിശ്ചയമായും ലാഭമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ലാഭമുണ്ടാക്കാൻ നോക്കുമ്പോൾ രത്നം അതിൻ്റെ വിലയെന്താണ് എന്ന് അനുഭവം കൊണ്ട് അറിയാവുന്ന വ്യാപാരി നല്ല രത്നം കാണുമ്പോൾ മറ്റെല്ലാം വിറ്റ് അത് വാങ്ങുവാൻ പരിശ്രമിക്കുന്നു. നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമയിൽ ഇത് രണ്ടും കണ്ടെത്തുന്നവരുടെ സന്തോഷവും അത് സ്വന്തമാക്കുവാൻ അവരെടുക്കുന്ന പരിശ്രമങ്ങളും തീരുമാനങ്ങളും വളരെ നിർണായകമായ ഒന്നാണ്. എന്നാൽ വലയുടെ ഉപമയിലേക്ക് നാം കടന്നു വരുമ്പോൾ വലയുടെ വലുപ്പത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കഴിവുള്ള വിശാലമായ ഒരു വല. ഇവിടെ ആരെയും തള്ളിക്കളയുന്നില്ല, ആരെയും അവഗണിക്കുന്നില്ല, എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു വലിയ വലയാണ് നാം അവിടെ കാണുന്നത്. അത് കരയ്ക്ക് കയറ്റിയ ശേഷം അത് നിറയോളം വെള്ളത്തിൽ കിടക്കുന്നു. നിറഞ്ഞു കഴിയുമ്പോൾ കരയ്ക്ക് വലിച്ചു കയറ്റുന്നു. എന്നിട്ട് നിർണായകമായ ഒരു തരംതിരിവ് അവിടെ നടത്തുന്നുണ്ട്. നല്ലതും ചീത്തതുമായി അവയെ വേർതിരിക്കപ്പെടുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ജലജീവികളിൽ ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തതുമായവയെ തമ്മിൽ
വേർതിരിക്കുന്നുണ്ട്. ചിറകും ചെതുമ്പലും ഇല്ലാത്തവയാണ് മത്സ്യങ്ങളെങ്കിൽ അവ ഭക്ഷിക്കുവാൻ പാടില്ലാതെ നിന്ദ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉപമകളിലെ വല മനുഷ്യരെ പിടിക്കുന്ന വലയാണ്. കടലിൽ വല വീശിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ യേശു തമ്പുരാൻ പത്രോസിനെയും അന്ത്രയോസിനെയും ഒക്കെ വിളിക്കുന്നത്. എന്താണ് അവരോട് പറഞ്ഞത്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പോൾ ഉപമയിലെ മത്സ്യങ്ങൾ നല്ലവരും ദുഷ്ടരുമായ മനുഷ്യരുടെ പ്രതീകമാണ്. കളകളുടെ ഉപമയുമായി വലയുടെ ഉപമയ്ക്ക് വലിയ സാദൃശ്യമുണ്ട്. നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളും വലയിൽ ഒരുമിച്ച് കഴിയുന്ന ഒരു സമയമുണ്ട്. അതിൻ്റെ അവസാനം നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കപ്പെടുകയാണ്. ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നു. യുഗാന്തത്തിലെ ദുഷ്ടനും ശിഷ്ടനും തമ്മിലുള്ള നിർണായകമായ വേർതിരിക്കലിൻ്റെയും ദുഷ്ടൻ്റെ ശിക്ഷയുമൊക്കെ യേശു ഉപമയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. യുഗാന്ത്യ ഉന്മുഖത മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. 3 ഉപമകളിൽ ആദ്യത്തെ 2 സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതിന് സന്തോഷത്തിന് ഊന്നൽ നൽകുന്നു. വലയെക്കുറിച്ചുള്ള ഉപമയിലാകട്ടെ സ്വർഗരാജ്യത്തിൽ നിന്ന് ദുഷ്ടരെ വേർതിരിക്കുന്നതായ ഒരനുഭവത്തെക്കുറിച്ചുള്ള സൂചനയും നൽകുന്നുണ്ട്. യേശുവിൻ്റെ കാലഘട്ടം സാമൂഹ്യ അന്തരീക്ഷത്തിൽ വിലയേറിയ പലതും സുരക്ഷിതത്വത്തിനു വേണ്ടി കുഴിച്ചിട്ടിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. വിലയേറിയ രത്നം ദൈവരാജ്യമെന്ന നിധിയിലൂടെ അതിൻ്റെ വില അളക്കാനാവാത്തത് കൊണ്ട് ലൗകിക താല്പര്യങ്ങളിൽ നിന്ന് കൂടുതൽ കിട്ടിയാലേ അത് സ്വന്തമാക്കുവാൻ പറ്റുകയുള്ളൂ. ഇത് ഭൗതിക ദാരിദ്ര്യമോ ആത്മീയ ദാരിദ്ര്യമോ ആകാം. ആധുനിക മനുഷ്യൻ കൂടുതൽ ആർജിക്കുവാൻ പരിശ്രമിക്കുന്നവനാണ്. ആയിരിക്കുവാനുള്ള ഒരു വിളിയാണ് ഒരു ക്രൈസ്തവൻ്റെ വിളി, ആർജിക്കുവാനല്ല. ഇരുമ്പും തുരുമ്പുമെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്. ഇരുമ്പും തുരുമ്പുമെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയുമുള്ള സ്വർഗരാജ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിധികൾ കണ്ടെത്തുവിൻ. അതാണ് യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മത്തായിക്ക് യേശുവിൻ്റെ പ്രബോധനങ്ങളിലും നിയമങ്ങളോടും പ്രവാചകന്മാരോടുമൊക്കെയുള്ള ഏറ്റവും വലിയ അറിവും അടുപ്പവും ഉണ്ടായിരുന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്തു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. വീട്ടുടമസ്ഥൻ ജ്ഞാനിയായി നിന്നും കൊണ്ട് പ്രവർത്തിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ജ്ഞാനിയായ വ്യക്തിയെ, അമൂല്യമായ നിധി കണ്ടെത്തിയവനെ, വിലയുയർന്ന രത്നം കണ്ടെത്തിയവനെ, നല്ലതും ചീത്തതും തമ്മിൽ വേർതിരിക്കുവാനുള്ള വിവേകം കാണിച്ചവനെ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ തോമസ് അക്വിനാസ്. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്ത് റോക്കാസേക്ക എന്ന സ്ഥലത്ത് 1225 ലാൻഡൽഫ് അക്വിനോയിലെ പ്രഭുവിൻ്റെയും തേഡോറ പ്രഭിയുടെയും
മകനായിട്ടാണ് തോമസ് അക്വീനാസ് ജനിക്കുന്നത്. ബെനഡിക്റ്റൻ സന്യാസ സമൂഹം നടത്തിവന്ന മോന്തെ കാസിനോ ആശ്രമത്തിൽ വിദ്യാഭ്യാസം നേടാൻ 5-ാം വയസ്സിൽ അദ്ദേഹത്തെ കൊണ്ടാക്കി. 11-ാം വയസ്സിൽ നേപ്പിൾസിലെ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി. വിദ്യാഭ്യാസത്തിന് ശേഷം 1240-ാം ആണ്ടിൽ ഡൊമിനിക്കൻ സന്യാസ സഭയിൽ അംഗമായി ചേരുകയും 1243-ൽ സന്യാസവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. ഒരു പ്രഭു ഡൊമിനിക്കൻ യാചകവേഷം കെട്ടി മാതാപിതാക്കൾക്ക് മുന്നിലൂടെ നടക്കുന്നത് അവർക്കിഷ്ടപ്പെട്ടില്ല. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് സഹോദരന്മാർ തോമസിനെ 2 കൊല്ലം ഒരു മുറിയിൽ അടച്ചിട്ടു. 2 കൊല്ലം മുറിയിൽ കിടന്നിട്ടും യേശുവിനെ അനുകരിക്കുവാൻ, ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. കാരാഗ്രഹവാസം തോമസിന് നിശ്ചയദാർഢ്യത്തിന് വ്യത്യാസം വരുത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഒരു വേശ്യ സ്ത്രീയെ തൻ്റെ മുറിയിലേക്ക് കടത്തിവിടുകയാണ്. ആ വേശ്യ സ്ത്രീയുടെ സാന്നിധ്യം, അതിൻ്റെ അപകടത മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീക്കൊള്ളിയെടുത്ത് ആ വേശ്യ സ്ത്രീയെ പുറത്താക്കുകയാണ് തോമസ് അക്വീനാസ് ചെയ്തത്. പ്രാർത്ഥനാനിരതനായതിനു ശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ തയ്യാറായി മുൻപോട്ട് വന്നത്. ഈ പ്രലോഭനത്തിൽ നിന്ന് വിജയം നൽകിയ ദൈവത്തിന് തോമസ് നന്ദി പറയുകയാണ്. ക്രമേണ ഒരു സമാധിയിൽ അമർന്ന അദ്ദേഹം 2 മാലാഖമാർ വന്ന് അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു, നിത്യകന്യത്വമാകുന്ന അരപ്പട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു. ഡൊമിനിക്കൻ സന്യാസിയായിത്തീർന്ന തോമസ് തൻ്റെ ഗുരുവായ ആൽബർട്ടിനൊപ്പം 1245-ൽ പാരീസിലേക്ക് പോവുകയും 1248-ൽ കൊളോണിലേക്ക് പ്രവർത്തിക്കുവാനായി കടന്നു ചെല്ലുകയും ചെയ്തു. 1250-ലാണ് അദ്ദേഹം ഒരു വൈദികനായി അഭിഷിക്തനാകുന്നത്. തുടർന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ബിരുദം സമ്പാദിച്ചു. ദൈവശാസ്ത്ര സമാഹാരം അദ്ദേഹത്തിൻ്റെ സുമ്മാ തിയോളജി എന്നുള്ള ആധികാരികമായ ദൈവശാസ്ത്ര ഗ്രന്ഥം തത്വശാസ്ത്രത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് 5 ways of സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിലോസഫിയിൽ പഠിപ്പിക്കുന്ന ആ പുസ്തകങ്ങൾ, ആധികാരികമായ പുസ്തകങ്ങൾ, വിജാതീയർക്കെതിരായ വാദമുഖങ്ങൾ, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ഒക്കെ ആധികാരികമായ ഗ്രന്ഥങ്ങളാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു തോമസ് അക്വീനാസ്. അദ്ദേഹം പറയുന്നത്, തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ എനിക്ക് ലഭിക്കുന്ന മൊമെൻ്റസ് ഇൻസ്പിരേഷനുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഞാൻ എഴുതിയ വോളിയംസ് ഓഫ് ബുക്സൊക്കെ ഒന്നുമല്ല. The momentous inspiration I got from the Eucharistic Lord when I am alone with Him in conversation, ആ പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ എഴുതിയ നിരവധി പുസ്തകങ്ങളുമായിട്ടൊക്കെ നോക്കിയാൽ ഒന്നുമില്ല. അപ്പോൾ ആ മൊമെൻ്റസ് എക്സ്പീരിയൻസ്, വിശുദ്ധ കുർബാനയിലെ ദൈവികമായ ആ സാന്നിധ്യം ഏറെ അനുഭവിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്.
കുർബാനയെപ്പറ്റി എഴുതിയ പുസ്തകം പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്ന് തോമസിന് സംശയമുണ്ടായി. അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, തോമസേ, നീ എന്നെപ്പറ്റി നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ അംഗീകാര വാക്കുകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. കുർബാനയുടെ സ്തുതിക്കായി തോമസിൻ്റെ ഗാനങ്ങൾ വിശുദ്ധ കുർബാനയുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിക്ക് സാക്ഷ്യമാണ്. ഒരിക്കലൊരു സഹസന്യാസിനി തോമസിനോട് പറഞ്ഞു, ഇതാ ഒരു കാള പറന്നു പോകുന്നു. ഉടനെ തോമസ് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി. അപ്പോൾ സഹസന്യാസിനി കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഇത്ര വലിയൊരു പോഷനാണല്ലോ അങ്ങ് എന്ന്. അദ്ദേഹം കൊടുത്ത മറുപടി, ഒരു സന്യാസിക്ക് കള്ളം പറയാൻ കഴിയും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. അതിനേക്കാൾ എളുപ്പമാണ് എനിക്ക് കാള പറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു സന്യാസി ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് അതിലൂടെ അദ്ദേഹം നൽകിയത്. നേപ്പിൾസിൽ വെച്ച് കുരിശുരൂപത്തിൽ നിന്നൊരു സ്വരം കേട്ടു, തോമസേ, എന്നെപ്പറ്റി നീ നന്നായി എഴുതിയിരിക്കുന്നു, പകരം നിനക്ക് എന്തു വേണം? തോമസിൻ്റെ മറുപടി, കർത്താവേ, അങ്ങേ ഒഴികെ മറ്റെന്താണ് എനിക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അങ്ങനെ ദൈവത്തെ സർവസ്വമായി കണ്ടുകൊണ്ട് അങ്ങല്ലാതെ മറ്റൊന്നും എനിക്കില്ല, ഒന്നും വേണ്ട എന്ന് പറയുവാൻ കഴിഞ്ഞ ഒരു ആധ്യാത്മികതയുടെ ഉടമയായിരുന്നു തോമസ് അക്വീനാസ്. 1274 ലിയോൺസിലെ സുന്നഹദോസിൽ പങ്കെടുക്കുവാൻ പോകും വഴി ഫോസനോവിൽ സിസ്റ്റേഴ്സ്യൻ സന്യാസികളുടെ ആശ്രമത്തിൽ വെച്ചാണ് തോമസ് ദിവംഗതനാകുന്നത്. മരണത്തിന് മുമ്പ് ഭക്തിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇപ്രകാരം പ്രാർത്ഥിച്ചു, സത്യദൈവവും സത്യമനുഷ്യനും ദൈവസുതനും കന്യാമറിയത്തിൻ്റെ പുത്രനുമായ യേശുക്രിസ്തു ഈ കൂദാശയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂദാശയോ മറ്റു കാര്യങ്ങളെപ്പറ്റി വല്ല അബദ്ധവും ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവും പരിശുദ്ധ റോമാ സഭയുടെ തീരുമാനത്തിനും തീർപ്പ് കൽപ്പിക്കലിനുമായി ഞാൻ സമർപ്പിക്കുന്നു. സഭയോടുള്ള അനുസരണത്തിൽ ഈ ജീവിതത്തോട് ഞാൻ വിടവാങ്ങുന്നു. എത്ര ധന്യമായ ഒരു പ്രകടനം! വിശുദ്ധ തോമസിന് വിശുദ്ധ കുർബാനയോട് അഗാധമായ ഭക്തിയും തിരുസഭയോട് ബഹുമാനവും ജീവിതത്തിൽ ഉടനീളം ലാളിത്യവും ഉണ്ടായിരുന്നു. വേദപാരംഗതൻ, കത്തോലിക്ക സർവകലാശാലയുടെ മധ്യസ്ഥൻ എന്നീ നിലകളിൽ തോമസ് അക്വീനാസ് ശ്രദ്ധേയനാണ്. ശാന്തത വിരക്തിയേക്കാൾ വിരളമായ പുണ്യമാണ്. ശാന്തത വിരക്തിയേക്കാളും മറ്റ് പുണ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. കാരണം അത് ദൈവിക ധ്യാനങ്ങളിൽ ശ്രേഷ്ഠമായ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. തോമസ് അക്വീനാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരാധ്യാത്മിക ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു, ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. പഠനകാര്യങ്ങളിൽ എന്തെല്ലാം ത്യാഗമെടുത്താണ് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയത്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചത് എന്നൊക്കെ കാണുമ്പോൾ അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അമൂല്യമായ നിധി കർത്താവായ യേശുക്രിസ്തുവാകുന്ന ആ സമ്പത്ത് കണ്ടെത്തുവാനും അത് സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അതിനുവേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുവാനും പ്രലോഭനങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും നേരിടേണ്ടി വന്ന സാഹചര്യത്തിലും അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞത് എന്ന് കാണുമ്പോൾ അവിടെയാണ് ദൈവത്തെ സമ്പത്തായി കാണുവാൻ മറ്റെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതിക്കൊണ്ട് അവിടുത്തെ അനുധാവനം ചെയ്യുവാൻ അതിനുവേണ്ടി എന്നും സഹിക്കുവാൻ ത്യജിക്കുവാൻ നാമൊക്കെ തയ്യാറായിട്ട് മുൻപോട്ട് വരണമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ജീവിച്ച്
തമ്പുരാനാകുന്ന അമൂല്യ നിധി കണ്ടെത്തുവാൻ, വില ഉയർന്ന രത്നം കണ്ടെത്തുവാൻ, അവിടുത്തേക്ക് സ്വീകാര്യമായ വ്യക്തികളായി ജീവിക്കുവാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുവാനും നമ്മിലുള്ള നന്മകളെ അംഗീകരിക്കുവാനും തിന്മകളെ ദൂരെ അകറ്റുവാനും നമുക്ക് കഴിയണം എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാൻ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ.